ഫോർ, പ്രിപ്പോസിഷൻ ഫോർ. പ്രിപ്പോസിഷൻ ഫോർ യൂസ് ചെയ്യുന്ന കുറച്ച് സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ബെനഫിറ്റ്. ബെനഫിറ്റുകളൊക്കെ സംസാരിക്കാൻ നേരം നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ട് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഒന്ന്, ദിസ് ഈസ് ഫോർ യു. ഇത് നിങ്ങൾക്കായിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ടാണ്. ഇവിടെ ബെനഫിറ്റ് സ്വീകരിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ബെനഫിറ്റുകളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഷീ മേഡ് എ കേക്ക് ഫോർ മീ. അവൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി. ഷീ മേഡ് എ കേക്ക് ഫോർ മീ. ഇവിടെ ബെനഫിറ്റ് സ്വീകരിക്കുന്നത് ഞാനാണ്. ഷീ മേഡ് എ കേക്ക് ഫോർ മീ. അവൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി. നെക്സ്റ്റ്, ഐ ബോട്ട് ഗ്യാസ് ഫോർ മൈ കാർ. എൻ്റെ കാറിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് മേടിച്ചു. നെക്സ്റ്റ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ ബെനഫിറ്റ് സ്വീകരിക്കുന്നത് നിങ്ങളാണ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. ഇനി പ്രിപ്പോസിഷൻ ഫോർ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സാഹചര്യം നമുക്ക് നോക്കാം. പർപ്പസുകളൊക്കെ പറയുവാനായിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ട് സെൻറ്റൻസ് നോക്കാം. ഐ യൂസ് എ കമ്പ്യൂട്ടർ ഫോർ വർക്ക്. വർക്കിനായിട്ട് ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ പർപ്പസ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഐ യൂസ് എ കമ്പ്യൂട്ടർ ഫോർ വർക്ക്. ഞാൻ വർക്കിനായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, എ ക്രെഡിറ്റ് കാർഡ് ഈസ് യൂസ്ഡ് ഫോർ ബൈയിങ് തിങ്സ്. ഒരു ക്രെഡിറ്റ് കാർഡ് സാധനങ്ങൾ മേടിക്കുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. എ ക്രെഡിറ്റ് കാർഡ് ഈസ് യൂസ്ഡ് ഫോർ ബൈയിങ് തിങ്സ്. ക്രെഡിറ്റ് കാർഡ് സാധനങ്ങൾ മേടിക്കുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പർപ്പസ് പറഞ്ഞിരിക്കുകയാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എ പാസ്പോർട്ട് ഈസ് റിക്വയർഡ് ഫോർ ഇൻ്റർനാഷണൽ ട്രാവൽ. ഒരു ഇൻ്റർനാഷണൽ ട്രാവലിനായിട്ട് പാസ്പോർട്ട് ആവശ്യമാണ്. ഇവിടെ പാസ്പോർട്ടിൻ്റെ പർപ്പസിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു എമൗണ്ട് ഓഫ് ടൈമിനെ കാണിക്കുവാനായിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ട് മൂന്ന് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ദ മൂവി ലാസ്റ്റഡ് ഫോർ 3 hours. മൂവി 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ദ മൂവി ലാസ്റ്റഡ് ഫോർ 3 hours. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പ്രിപ്പോസിഷൻ ഫോർ ഇല്ലാതെയും പറയാവുന്നതാണ്. ദ മൂവി ലാസ്റ്റഡ് 3 hours എന്നും പറയാവുന്നതാണ്. അപ്പോൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആ 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്ന ആ ഒരു സമയത്തെ കാണിക്കുവാനായിട്ടാണ് നമ്മളിവിടെ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ടോം ഹാസ് ലിവ് ഹിയർ ഫോർ 2 years. ടോം ഇവിടെ 2 വർഷത്തോളമായിട്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ടോം ഇവിടെ 2 വർഷത്തോളമായി ആ ഒരു സമയത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഇവിടെ പ്രിപ്പോസിഷൻ ഫോർ യൂസ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ ബീൻ എ ടീച്ചർ ഫോർ ഓവർ 30 years. 30 വർഷത്തോളമായിട്ട് ഞാൻ ടീച്ചറാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ 30 വർഷത്തോളമായി, 30 വർഷത്തിലേറെയായി എന്ന ഒരു ടൈമിനെ കാണിക്കുവാനായിട്ടാണ് ഇവിടെ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വി വെയിറ്റഡ് ഫോർ 10 minutes. ഞങ്ങൾ 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ ആ 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തു ആ ഒരു സമയത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഇവിടെ നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സമയത്തെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി മണി സംബന്ധമായിട്ട് പറയുമ്പോഴും നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ട് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്, ടോം ബോട്ട് എ കാർ ഫോർ $8,000. ടോം $8,000 ഒരു കാർ മേടിച്ചു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ടോം ബോട്ട് എ കാർ ഫോർ $8,000. അപ്പോൾ $8,000 എന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ് ഇവിടെ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മണി സംബന്ധമായിട്ട് പറയുമ്പോഴും നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ബനാനാസ് ആർ സെല്ലിംഗ് ഫോർ 89 cents per pound. ബനാനാസ് 89 cents per pound വിൽക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ബനാനാസ് ആർ സെല്ലിംഗ് ഫോർ 89 cents per pound. അപ്പോൾ 89 cents വിൽക്കുന്നു ആ ഒരു എമൗണ്ടിനെ കാണിക്കുവാനായിട്ടാണ് നമ്മളിവിടെ പ്രിപ്പോസിഷൻ ഫോർ യൂസ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷീ സോൾഡ് ഹെർ യൂസ്ഡ് ലാപ്ടോപ്പ് ഫോർ $300 ടു എ ഫ്രണ്ട്. അവളുടെ യൂസ്ഡ് ലാപ്ടോപ്പ് $300 അവളുടെ സുഹൃത്തിന് വിറ്റു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഷീ സോൾഡ് ഹെർ യൂസ്ഡ് ലാപ്ടോപ്പ് ഫോർ $300 ടു എ ഫ്രണ്ട്. അപ്പോൾ $300 എന്ന് പറയുവാനായിട്ടാണ് ഇവിടെ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സാറ റെൻറ്റഡ് എ ബൈസൈക്കിൾ ഫോർ $20 ഫോർ ദ വീക്കെൻഡ്.
സാറ ബൈസൈക്കിള് $20 വീക്കെൻഡിനായിട്ട് എടുത്തു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. സാറ റെൻറ്റഡ് ബൈസൈക്കിൾ ഫോർ $20 ഫോർ ദ വീക്കെൻഡ്. ഈ ഒരു സെൻറ്റൻസിൽ 2 ഫോർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫോർ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ടിനെ കാണിക്കുവാനായിട്ടാണ്. $20 എന്ന് പറയുവാനായിട്ടാണ് ഒന്നാമത്തെ ഫോർ ആഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫോർ ആഡ് ചെയ്തിരിക്കുന്നത് പർപ്പസിനെ കാണിക്കുവാനായിട്ടാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് സാറ റെൻറ്റിനെടുത്തത്? വീക്കെൻഡിനായിട്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാറ റെൻറ്റഡ് ബൈസൈക്കിൾ ഫോർ $20 ഫോർ ദ വീക്കെൻഡ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ചില സമയത്ത് ഫോമൽ രീതിയിലൊക്കെ സംസാരിക്കുവാനായിട്ട് നമ്മൾ ചില സെൻറ്റൻസുകളുടെയും ക്വസ്റ്റ്യൻ്റെയും തുടക്കം നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. 2-3 സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഫോർ വാട്ട് റീസൺ ആർ യു ഡൂയിങ് ദിസ്? എന്ത് കാരണത്തിനാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഫോർ വാട്ട് റീസൺ ആർ യു ഡൂയിങ് ദിസ്? നെക്സ്റ്റ്, ഫോർ ഹൂം ആർ യു വർക്കിംഗ്? ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നീ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഫോമൽ ശൈലിയിൽ സംസാരിക്കുവാനായിട്ട് നമ്മൾ സെൻറ്റൻസുകളുടെയും ക്വസ്റ്റ്യനുകളുടെയും തുടക്കം നമ്മൾ ചിലപ്പോൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, ഫോർ വാട്ട് പർപ്പസ് ഡിഡ് യു ചൂസ് ദിസ് കാരിയർ പാത്ത്? എന്ത് പർപ്പസിനാണ് നീ ഈ കാരിയർ പാത്ത് സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫോർ വാട്ട് പർപ്പസ് ഡിഡ് യു ചൂസ് ദിസ് കാരിയർ പാത്ത്? നെക്സ്റ്റ്, ഫോർ വാട്ട് റീസൺ ഡിഡ് യു ഡിസൈഡ് ടു പെർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ? എന്ത് കാരണത്തിനാണ് നീ ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്? നെക്സ്റ്റ്, ഫോർ ഹൂം ആർ യു ഓർഗനൈസിങ് ദിസ് സർപ്രൈസ് പാർട്ടി? ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഈ സർപ്രൈസ് പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നത്? അപ്പോൾ ചില ക്വസ്റ്റ്യനുകളുടെയും സെൻറ്റൻസുകളുടെ തുടക്കം പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ ഒരു ഫോമൽ ശൈലി കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ചില സമയത്ത് ചില ക്വസ്റ്റ്യനുകളുടെ അവസാനം നമ്മൾ പ്രിപ്പോസിഷൻ ഫോർ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഹൂ ഈസ് ദിസ് ഫോർ? ആർക്ക് വേണ്ടിയിട്ടാണിത്? ആർക്കായിട്ടാണിത്? വാട്ട് ഈസ് ദിസ് ഫോർ? എന്തിനു വേണ്ടിയിട്ടാണിത്? എന്തിനായിട്ടാണിത്? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? എന്താണ് നിങ്ങൾ നോക്കുന്നത്? എന്താണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്? ഇനി നേറ്റീവ് സ്പീക്കേഴ്സ് സ്റ്റോറുകളിലൊക്കെ ചെന്നാൽ, കടകളിലൊക്കെ ചെന്നാൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ഈസ് ദിസ് ഗോയിങ് ഫോർ? എന്ന് വച്ചാൽ ഈ സാധനത്തിൻ്റെ വില എന്താണ് എന്നാണ് അർത്ഥം.